അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അല്ലാഹു കബൂലാക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. പരിശുദ്ധമായ രാവിൻ്റെതായ ബർക്കത്തുകൊണ്ട് ഗതകാല ജീവിതത്തിലെ സകല അപരാധങ്ങളും അല്ലാഹു പുറത്തേക്കുമാറാകട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹുവിൻ്റെ തൃപ്തിയിലായി, അല്ലാഹുവിൻ്റെ പൊരുത്തത്തിലായി, അവൻ്റെ മഹബ്ബത്തിലാക്കി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, ലോകത്ത് ഒരുപാട് അത്ഭുതങ്ങളുണ്ട്. ഗതകാല ജീവിതത്തിലോട്ട് നമ്മുടെ കണ്ണോടിച്ച് നോക്കിയാൽ ഇന്ത്യയുടെ വശ്യമനോഹരമായ യമുനാ നദിയിൽ നിൽക്കുന്നതായ താജ്മഹൽ അടക്കം, കുത്തബ് മിനാർ അടക്കം ഒരുപാട് ലോകത്തിന്റെ വിസ്മയങ്ങളെ കുറിച്ച് നാം പരിചയപ്പെട്ടിട്ടുണ്ട്. ഒരുപാട് വിസ്മയങ്ങളെ കുറിച്ച് നാം പഠിച്ചിട്ടുണ്ട്, അല്ലെ? നമ്മൾ ദൃശ്യ വാർത്താവിനിമയത്തിലൂടെ കണ്ടിട്ടുമുണ്ട്, അതിനെക്കുറിച്ച് ഗവേഷണം ചെയ്തിട്ടുമുണ്ട്. നമുക്കറിയാം, വർഷങ്ങൾക്ക് മുമ്പ് ഒരു ശാസ്ത്രജ്ഞൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഈജിപ്തിലെ ഒരു പ്രധാന നഗരയിൽപ്പെട്ടതായ മൊണാലിസ എന്ന് പറയുന്നതായ ഒരു വശ്യസുന്ദരമായ സൗന്ദര്യത്തിന്റെ ഉടമസ്ഥയായ ഒരു പെണ്ണുണ്ടായിരുന്നു. ആ പെണ്ണിന്റെ മുഖശൈലി, മുഖത്തെ കുറിച്ച് തന്റെ അത്ഭുതങ്ങളുടെ കരങ്ങൾ കൊണ്ട് ആ പെണ്ണിന്റെ മുഖം ഇങ്ങനെ വരച്ചെടുക്കുകയായിരുന്നു ഡാവിഞ്ചി എന്ന് പറയുന്നതായ ഒരു ശാസ്ത്രജ്ഞൻ. അദ്ദേഹം ആർട്ടിസ്റ്റിൽ കേമനായിരുന്നു. ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. അദ്ദേഹം ആർട്ടിസ്റ്റ് പരമായിട്ട് നല്ല കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ഈ പറയുന്നത് പോലെ ഡാവിഞ്ചി എന്ന് പറയുന്നത്, മൊണാലിസ എന്ന് പറയുന്നതായ പെണ്ണിൻ്റെതായ സൗന്ദര്യമാർന്ന ആ മുഖത്തെ വരച്ച് ലോകത്തിന്റെ മുന്നിൽ വിസ്മയം കാണിച്ചതാണ് ഈ ഡാവിഞ്ചി എന്ന് പറയുന്നതായ ശാസ്ത്രജ്ഞൻ. നമുക്കറിയാം, ഈജിപ്തിലെ കെയ്റോ മ്യൂസിയത്തിൽ ഈ മൊണാലിസയുടെ ചിത്രം അദ്ദേഹം സൂക്ഷിച്ചിട്ടുമുണ്ട്. ലോകത്തിന്റെ അത്ഭുതങ്ങളിൽ നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ കാണാൻ കഴിയും. ലോകാത്ഭുതങ്ങളിൽ പെട്ടതാണ് ആ ചിത്രം. കാരണം ആ ചിത്രം കണ്ടു കഴിഞ്ഞാൽ ആ പെണ്ണ് ചിരിക്കുകയാണോ, ആ പെണ്ണ് കരയുകയാണോ എന്നൊന്നും മനസ്സിലാവൂല. അവ്യക്തമായ ഒരു ചിത്രമാണ്. ആ മൊണാലിസയുടെ ചിത്രത്തെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്, ആ പെണ്ണിൻ്റെതായ ചിത്രം കണ്ടു കഴിഞ്ഞാൽ പെണ്ണ് നമ്മെ ആകർഷിക്കുന്നത് പോലെ, നമ്മെ മാടി വിളിക്കുന്നത് പോലെ തോന്നുമെന്നും, പിന്നീട് ഈജിപ്തിലെ കെയ്റോയിൽ പോയതായ ഒരു മനുഷ്യൻ, നല്ല അറിവിൽ എന്താണ് ഗാഹമായ നല്ലോണം അറിവുള്ള ഒരു മനുഷ്യൻ ഈ മൊണാലിസയുടെ ചിത്രം കണ്ടിട്ട് എന്ത് ചെയ്തു? ആ പെണ്ണ് എന്നെ വിളിക്കുകയാണ് എന്നുള്ള രീതിയിൽ ആ ചിത്രത്തിനോട് അടുക്കുകയുണ്ടായി. ആ ചിത്രത്തിനോട് അടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ തന്റെ മുഖം ഒരു വലിയൊരു ചില്ലുകൂട്ടിൽ കണ്ണാടി ഗ്ലാസിൽ മുഖം തട്ടിയിട്ട് മുഖത്തിന് കേടുപാടുകൾ, മുറിവുകളും പറ്റുകയാണ്. അപ്പോഴാണ് ആ മനുഷ്യൻ അറിയുന്നത്, ഞാൻ പോയത് ഒരു പെണ്ണിലോട്ടല്ല, വെറും ഒരു ചിത്രത്തിലോട്ടാണ് എന്നുള്ളത്. കാരണം അത്രയും അത്ഭുതങ്ങൾ നിറഞ്ഞ ഒരു ചിത്രമായിരുന്നു മൊണാലിസ എന്ന് പറയുന്നതായ ഒരു ഒരു പെണ്ണിൻ്റെതായ ചിത്രം. ഞാൻ പറഞ്ഞു വരുന്നത്, അങ്ങനെ ലോകത്തിന്റെ അത്ഭുതങ്ങൾ, ഒരുപാട് അത്ഭുത അത്ഭുതങ്ങൾ താജ്മഹൽ പോലെ, അതുപോലെ തന്നെ കുത്തബ് മിനാർ പോലെ ഗസയിൽ ചരിഞ്ഞു നിൽക്കുന്നതായ ഒരു ഗോപുരം. അത് ലോകത്തിന്റെ അത്ഭുതങ്ങളിൽപ്പെട്ട ഒരു ചരിഞ്ഞ ഗോപുരം എന്നാണ് അറിയപ്പെടുന്നത് ഗസയിൽ. ആ ചരിത്രത്തിൽ ആ ഒരു ചിത്രത്തെ, ആ ഒരു ചരിഞ്ഞ ഗോപുരത്തെ ഇന്ന് ലോകം പറയുന്നത് ഓരോ 10 വർഷം കഴിയുമ്പോഴും എന്ത് ചെയ്യും? ആ ചരിഞ്ഞ ഗോപുരം വീണ്ടും വീണ്ടും ചരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കാരണം അതിന്റെ അടിത്തറ ഇങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ലോകത്തിന്റെ അത്ഭുതങ്ങൾ പെടൂല എന്ന് വർത്തമാന കാലഘട്ടം പറയുമ്പോൾ, അന്നും ഇന്നും എന്നും ജനമനസ്സുകളിലാകട്ടെ, ഈ ദുനിയാവുകളിലാകട്ടെ, എല്ലായിടത്തും ഒരു കേടുപാടുമില്ലാതെ, ലവലേശം സംശയത്തിന് ഇടം കൊടുക്കാതെ എന്നും വിസ്മയങ്ങളുടെ അത്ഭുതങ്ങളായി നിറഞ്ഞു നിൽക്കുന്നത് ഒരേ ഒരു കാര്യമാണ്, ആദാ പരിശുദ്ധമായ ഖുർആൻ. വഹാദാ കിതാബുൻ അൻസൽനാഹു മുബാറകുൻ ഫത്തബിഊഹു ലഅല്ലകും തുർഹമൂൻ. പരിശുദ്ധമായ ഖുർആനാണ് ലോകത്തിന്റെ വിസ്മയങ്ങളിൽ, അത്ഭുതങ്ങളുടെ കലവറകളുടെ കലവറയായിട്ട് ഇന്നും എന്നും അന്നും തിളങ്ങി നിൽക്കുന്നത്. ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തിന് സമ്മാനിച്ചതായ പരിശുദ്ധമായ ഖുർആൻ. അപ്പോ എല്ലാ അത്ഭുതങ്ങളും മുകളിലായിട്ട് ഈ പരിശുദ്ധമായ ഖുർആൻ നൽകുമ്പോ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഇന്ന ഹാദൽ ഖുർആൻ, പരിശുദ്ധമായ ഖുർആൻ യർഫഉ അല്ലാഹു സുബ്ഹാനഹു വ തആല യർഫഉ അഖ്വാമ, ഒരു സമുദായത്തെ ഈ ഖുർആൻ കൊണ്ട് ഉയർത്തുകയാണ്. വയളഉ ബിൽ ആഖരീന, മറ്റൊരു സമുദായത്തെ പരിശുദ്ധമായ ഖുർആൻ കൊണ്ട് അല്ലാഹു താഴ്ത്തുകയും ചെയ്യുന്നതാണെന്ന് നബി
നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആനെ സ്നേഹിക്കുക, ഖുർആനിനെ ബഹുമാനിക്കുക, ഖുർആനിനെ കേൾക്കുക, ഖുർആനിനെ വായിക്കുക, ഖുർആനിനെ പഠിക്കുക. അങ്ങനെ ചെയ്താൽ അല്ലാഹു ഉയർത്തുന്നതാണ്. മാത്രമല്ല ഖുർആനിനെ നിന്ദിച്ചു കഴിഞ്ഞാൽ, ഖുർആനിനെ വെല്ലുവിളിച്ചു കഴിഞ്ഞാൽ അല്ലാഹു ആ സമുദായത്തെ താഴ്ത്തുന്നതാണെന്നും മുത്തുനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നാം എല്ലാവരും പരിശുദ്ധമായ ഖുർആനെ സ്നേഹിക്കുന്നവരാണ്, ഖുർആൻ പഠിക്കുന്ന മക്കളെ സ്നേഹിക്കുന്നവരാണ്, ഖുർആൻ പഠിക്കുന്ന സ്ഥാപനങ്ങളെ സ്നേഹിക്കുന്നവരാണ്. ഈ രാവിന്റെ പ്രത്യേകത എന്താണ്? ഈ രാത്രികളുടെ പ്രത്യേകത എന്താണ്? ഖുർആൻ കൊണ്ട് അലങ്കാരമായ രാത്രി, ഖുർആനെ സമ്പൂർണ്ണതയിൽ എത്തിച്ച രാത്രിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ ശഫാഅത്ത് നമുക്ക് നൽകുമാറാകട്ടെ. ഒരു ദിവസം ഒരു സഹാബി നബിതങ്ങളോട് പോയി പറയാണ്, യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയേ, എനിക്ക് വല്ലാത്ത തൊണ്ടവേദന എടുക്കാൻ, എനിക്ക് വല്ലാത്തതായ വേദന എന്റെ തൊണ്ടയിൽ അനുഭവപ്പെടുകയാണ്. ഞാൻ എന്ത് ചെയ്യണം? മുത്തുനബി പറഞ്ഞു കൊടുക്കാണ്, അലൈക ബിത്തിലാവത്തിൽ ഖുർആൻ. ഖുർആൻ ഓതി കഴിഞ്ഞാൽ അസുഖം തന്നെ. കാരണം വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. ഇത് ശിഫായിന്റെ ഗ്രന്ഥമാണ്, ഇത് ശിഫായുടെ ഗ്രന്ഥമാണ് പരിശുദ്ധമായ ഖുർആൻ. ഞാൻ പറഞ്ഞു വരുന്നത്, നാം എല്ലാവരും ഖുർആനിന്റെ വക്താക്കളാണ്, അല്ലേ? ഖുർആൻ കേൾക്കുന്നവരാണ്, ഖുർആൻ പഠിക്കുന്നവരെ സഹായിക്കുന്നവരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെയും അത് നിലനിർത്തുവാനുള്ള ഉയർന്ന തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ റസൂലിനോട് അല്ലാഹു പറഞ്ഞെന്താണ്? നിർത്തുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് അല്ലാഹു പറഞ്ഞെന്താണ്? ഖുൽ, നബിയേ, അങ്ങ് പറഞ്ഞു കൊടുക്കണം കേട്ടോ. ലഇൻ ഇജ്തമഅത്തിൽ ഇൻസു വൽ ജിന്നു അലാ അൻ യഅതു ബിമിസ്ലി ഹാദൽ ഖുർആനി ലാ യഅതൂന ബിമിസ്ലിഹി വലൗ കാന ബഅദുഹും ലിബഅദിൻ ളഹീറ. ജിന്നവർഗത്തിനോടും മനുഷ്യവർഗത്തിനോടും താങ്കൾ പറയേണ്ടതാണ്, ഈ പരിശുദ്ധമായ ഖുർആനിനെ പോലെ ഒന്നും കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധ്യമല്ല, ഈ ഖുർആനിന് പകരം വെക്കാൻ ഒന്നും സാധ്യമല്ല. അവർ പരസ്പരം സഹായിച്ചാലും ശരി തന്നെ ഈ ഖുർആന് സമാന്തരമായ ഒന്നും തന്നെ കാഴ്ചവെക്കുവാനോ ഓതി കേൾപ്പിക്കുവാനോ എഴുതി തീർക്കുവാനോ ഒന്നും കഴിയില്ല. അത്രമേൽ അത്ഭുതങ്ങൾ നിറഞ്ഞ ഗ്രന്ഥമാണ്. ബിസ്മി കൊണ്ട് തുടങ്ങി, അൽഹംദ് കൊണ്ട് തുടങ്ങി, എന്താണ് പരിശുദ്ധമായ സൂറത്തുൽ നാസ് കൊണ്ട് അവസാനിക്കുന്നതായ 114 സൂറത്തുകളുടേതായ ഒരു പരിശുദ്ധമായ രൂപം എന്നുള്ളത് അത്ഭുതങ്ങളുടെ കലവറയാണ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല മരണം വരെയും ഖുർആനെ സ്നേഹിക്കുവാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങൾ, ഒരുപാട് സഹോദരിമാരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അസുഖങ്ങൾ മാറുന്നതിന് വേണ്ടി. അതുപോലെ തന്നെ ഇന്ന് മാരിവിന് നമ്മുടെ ഖത്തീബ് ഉസ്താദിനോട് വന്നിട്ട് പറയാണ്, ഒരു സഹോദരി പ്രത്യേകം ദുആ എടുക്കാൻ വേണ്ടി ഹാഫിളായ കുട്ടികൾക്ക് വേണ്ടി 3333 രൂപ ഞാൻ ഇവിടെ ഹദിയ നൽകുന്നുണ്ട്. എൻ്റെ ഭർത്താവ് അൻസാർ മരണപ്പെട്ടിട്ട് ഇനി വരുന്ന അറഫാ ദിവസം വരുമ്പോൾ 8 വർഷം വരെയാണ്. പിന്നെ എൻ്റെ പൊന്നുമോൻ അഫ്നാൻ റോഷൻ എന്നുള്ളതായ 17 വയസ്സുകാരനായ ഒരു മകൻ മരിച്ച കഴിഞ്ഞ ഒരു ദിവസം മരണപ്പെട്ടൊക്കെ പോയ ആ ഒരു സാഹചര്യം നമുക്കറിയാം. ആ പൊന്നുമോന് വേണ്ടി ദുആ ഇറക്കണം. അവർ രണ്ടുപേരുടെ മഗ്ഫിറത്തിന് വേണ്ടി പ്രത്യേകം ദുആ ഇറക്കണം. അതുപോലെ തന്നെ പിന്നെ ആ കുടുംബത്തിൽ ഇനി ഒരു മകനും മകളും അവർക്കുണ്ട്. ഇവർ രണ്ടുപേർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് പരിശുദ്ധമായ ഈ രാവിലെ ദുആ ഇറക്കണമെന്ന് പ്രത്യേകമായ വസിയത്ത് ആ ഉമ്മ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ 5000 രൂപയായിട്ടും 3333 രൂപയായിട്ടും 1000 രൂപയായിട്ടും അങ്ങനെ തുടങ്ങി അൽഹംദുലില്ലാഹ് 100 രൂപയായിട്ടും ഇന്നലെ പറഞ്ഞപ്പോൾ തന്നെ 100 രൂപയായിട്ടൊക്കെ അൽഹംദുലില്ലാഹ് നമ്മെ നമ്മുടെ കുട്ടികളെ സഹായിച്ചവരുണ്ട്. അവർ കുട്ടികൾ ആരാണെന്നല്ല, ഇതൊക്കെ അൽഹംദുലില്ലാഹ് നമ്മുടെ നാടിന്റെ വാഗ്ദാനങ്ങളാണ്. നമ്മുടെ മക്കളായാലും നമ്മുടെ മക്കളെ നാട്ടിൽപ്പെട്ട ഏത് മക്കളായാലും നമ്മുടെ സന്താനങ്ങളാണ്. നമ്മുടെ ഈ മഹല്ലിന് മാത്രം പിന്നെ എന്താണ് അഭിമാനപൂർവ്വം സംസാരിക്കാൻ കഴിയുന്ന ഒരു അഭിമാനം. കാരണം നമ്മൾ മരിച്ചു പോയാൽ നമ്മുടെ ഖബറിലോട്ട് കിട്ടുന്നതായ ആരുടെയും എന്താണ് ഔദാര്യമില്ലാതെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നതായ ഒരു സവാബാണ് ഈ ഖുർആനെ സഹായിക്കുക എന്നുള്ളത്. ഒരു
ഒരുപാട് സഹോദരങ്ങൾ അൽഹംദുലില്ലാഹ് സഹായിച്ചിട്ടുണ്ട്. ഒരുപാട് സഹോദരിമാർ ഖുർആൻ ക്ലാസ്സിൽ വരുന്ന ഒരുപാട് പേര് നമ്മുടെ മക്കളെ സഹായിക്കുന്നവരുണ്ട്, ഭക്ഷണം കൊടുക്കുന്നവരുണ്ട്, നോമ്പ് തുറപ്പിച്ചവരുണ്ട്. അങ്ങനെ തുടങ്ങിയ ഒരു വാക്കുകൊണ്ട് പോലെങ്കിലും നമ്മുടെ മക്കളെ സഹായിക്കുന്നവർ അൽഹംദുലില്ലാഹ് ഈ ഹിഫ്ളിന്റെ സംവിധാനം അല്ലാഹു ഖിയാമത്ത് നാൾ വരെയും അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. അല്ലാഹു നിലനിർത്തുമാറാകട്ടെ. നിങ്ങളൊക്കെ അതിൽ ഭാഗത്താണ്. അപ്പൊ എന്നെ കൊണ്ട് ഒരു രൂപ കൊടുക്കാൻ കഴിയില്ല, പക്ഷേ ഒരു നല്ല ഒരു പുഞ്ചിരി അതും സ്വതക്കയാണ്, അതും ഖുർആനെ സഹായിക്കലാണ്. കാരണം ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഈ ഖുർആനെ നാമാണ് ഇറക്കിയത്, ഈ ഖുർആനെ സൂക്ഷിക്കാൻ ഞാൻ മാത്രം മതി, എനിക്ക് അതിന് കഴിയൂ എന്ന് അള്ളാന്റെ ഖുർആൻ പറയാം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ, അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങൾ അവർക്ക് വേണ്ടി ദുആ ചെയ്യൽ നമ്മുടെ കടമയാണ്, ബാധ്യതയാണ്. അൽഹംദുലില്ലാഹ് അല്ലാഹു തൗഫീഖ് നൽകിയാൽ നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരു അടുത്ത റമദാൻ ആകുമ്പോൾ 3 കുട്ടികൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ മക്കൾ 3 പേരോട് പൂർത്തിയാവണം ഇൻഷാ അല്ലാഹ്. അവല് ഉറക്കം പറയുന്ന അവല് ഇൻഷാ അല്ലാഹ് അവല് അല്ലാഹു തൗഫീഖ്. പലരും ചോദിക്കുന്നുണ്ട്, ഇത് ഒരു കാട്ടിക്കൂട്ടലാണ്, രാവിലെ വരുന്നത് രാത്രി പോണ്, അതിനിടയിൽ കുറെ എന്തൊക്കെ. അങ്ങനെയല്ല, ഇത് നമ്മുടെ പരിധിക്കുള്ളിൽ വെച്ചുകൊണ്ട് നമ്മുടെ സ്ഥലവും നമ്മുടെ സന്ദർഭത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പരിശുദ്ധമായ ഖുർആൻ നമ്മൾ മനോഹരാക്കാൻ ഇവിടെ നിന്ന് പഠിക്കാനുള്ളതായ സംവിധാനം ആയിട്ടില്ല ഇൻഷാ അല്ലാഹ്. അപ്പോ അതിനുള്ളിൽ നമ്മൾ തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ അല്ലേ? ആ 2 വർഷം കൊണ്ട് അൽഹംദുലില്ലാഹ് കുട്ടികൾ സ്കൂളുകളിൽ പോകുന്നുണ്ട്, രാത്രി വീട്ടിലാണ് പോകുന്നത്. നമ്മളൊക്കെ ഞാനടക്കമൊക്കെ നിന്ന് പഠിച്ചത്, എന്നിട്ട് ഒരു 4 വർഷം എടുത്ത് പഠിക്കാൻ. അപ്പൊ 2 വർഷം കൊണ്ട് അൽഹംദുലില്ലാഹ് അല്ലാഹുവിന്റെ ഔദാര്യം കൊണ്ട് 8ഉം 12ഉം 17ഉം ജുസുആയ മക്കൾ. അപ്പൊ ഇതൊക്കെ നമ്മുടെ നാടിനാണ്, നമ്മുടെ നാടിന്റെ സ്വത്താണ്. ഇത് ആർക്കും പിന്നെ എന്താണ് അവകാശപ്പെട്ടതല്ല, നമ്മുടെ എല്ലാവരുടെയും എന്താണ് അഹങ്കാരമാണ്, അഹങ്കാര സ്വത്താണ്. ഇതിനെ നിയന്ത്രിക്കുന്നതായ ഇതിന്റെ പിന്നെ കാര്യകർത്താക്കളായ മഹല്ല് കമ്മിറ്റി അള്ളാഹു അവർക്ക് എല്ലാവർക്കും ആരോഗ്യം നസീബാക്കി മാറാകട്ടെ, അള്ളാഹു ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ. അപ്പൊ ഇതിനെ ചേർത്ത് പിടിക്കും, ഇതിനെ നമ്മുടെ ശരീരത്തിനോട് ഈ ഖുർആന്റെ സംവിധാനത്തെ നിങ്ങൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ ഖബറിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ചേർത്ത് പിടിക്കും. അല്ലാഹു എല്ലാ കാര്യങ്ങളും അവന് ഇഷ്ടപ്പെട്ട രീതിയിൽ ചെയ്യുവാനുള്ള ഉയർന്ന തൗഫീഖ് അല്ലാഹു നസീബാക്കുമാറാകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ ചെറിയൊരു സമ്മാനം